ഇന്നത്തെ വചനചിന്ത, പ്രാർത്ഥനാ വിഷയത്തിന് പരസ്യമായി ദൈവം മറുപടി നൽകും. രഹസ്യമായി ദൈവസന്നിധിയിൽ താങ്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ പരസ്യമായി ദൈവം അതിന് മറുപടി നൽകി മാനിക്കും. താങ്കൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എന്തു തന്നെയായാലും കർത്താവ് യേശു ക്രിസ്തു വിഷയങ്ങൾ അറിഞ്ഞ് വിഷയത്തിന് പരിഹാരമായി തക്ക സമയം പ്രവർത്തിക്കും. താങ്കളും താങ്കളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. 34 സങ്കീർത്തന പുസ്തകം 10-ാം തിരുവചന പ്രകാരം വായിക്കുന്നു: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ല. താങ്കൾക്ക് അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, താങ്കൾ കരയുന്ന വിഷയത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കും. താങ്കളുടെ കാൽ വഴുതുവാൻ കർത്താവ് യേശു ക്രിസ്തു സമ്മതിക്കുകയില്ല. താങ്കളെ കാക്കുന്ന ദൈവം മയങ്ങുകയില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. ഏതവസ്ഥയിലും ക്രിസ്തുവിനെ മാത്രം നോക്കി താങ്കൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ വേദനയെ മാനിക്കുന്ന കർത്താവ് താങ്കൾക്കായി അതിമഹത്തായ പ്രതിഫലം ഒരുക്കി വയ്ക്കും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവാത്മാവിൽ കൊലോസ്യ സഭയോട് വിളിച്ചു പറഞ്ഞു: നിനക്ക് വിരോധമായ കൈയെഴുത്തുകളെ മായിച്ചുവെന്ന്. ശത്രു എഴുതി വച്ച സകലതും ദൈവം മാച്ചു കളഞ്ഞു. ഇന്ന് ദൈവം താങ്കൾക്ക് വേണ്ടി ചിലത് ചെയ്യും. താങ്കളുടെ പേരിനോടുകൂടെ ചിലത് എഴുതി ചേർക്കും. താങ്കളുടെ തലമുറയെ, താങ്കൾ പ്രാർത്ഥിച്ചു ലഭിച്ച അഭിഷേകമുള്ള തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം ചിലത് എഴുതി ചേർക്കും. താങ്കളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലത് എഴുതി ചേർക്കും. ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം തകർക്കും. യെശയ്യാപ്രവചന പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. എത്ര തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും താങ്കൾക്ക് മുൻപിൽ തുറക്കേണ്ട വാതിൽ ദൈവം തക്ക സമയത്ത് തുറക്കും. യെശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം 16-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വച്ചിരിക്കുന്നു. താങ്കളുടെ ദുഃഖം സന്തോഷമായി തീരും. സർവശക്തൻ്റെ മുമ്പിൽ ഒഴുകിയ കണ്ണുനീരിന് ദൈവം മറുപടി നൽകും. ഓരോ തുള്ളി കണ്ണുനീരിനെയും തുരുത്തിയിലാക്കി മറുപടി നൽകുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നേ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറഞ്ഞു: യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. പൊട്ടക്കിണറ്റിൽ കിടന്നാലും കാരാഗൃഹത്തിൽ കിടന്നാലും വാഗ്ദത്തമുള്ളവനെ സൂക്ഷിച്ച് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. താങ്കളുടെ ശത്രുക്കൾ കാണുക ദൈവം താങ്കൾക്ക് വേണ്ടി വിരുന്നൊരുക്കും. താങ്കൾക്കൊരു കഷ്ടമുണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി ദൈവമഹത്വം ഒരുക്കി വച്ചിട്ടുണ്ട്. താങ്കളുടെ കഷ്ടത ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല, അത് മഹത്വത്തിലേക്കുള്ള വാതിലാണ്, മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ജീവിതയാത്രയിൽ നാം തകർന്നു പോകാത്തത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുതലാണ്. മനുഷ്യർക്ക് നമ്മെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും നമ്മെ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ട്. താങ്കളെ നോക്കി താങ്കളൊരു കഴിവില്ലാത്തവനെന്നും താങ്കൾക്കൊരു മെച്യൂരിറ്റി ഇല്ലെന്നും മറ്റുള്ളവരൊക്കെയും താങ്കളെ പുച്ഛിച്ച് തള്ളുമ്പോൾ തള്ളുന്നവരുടെ മുമ്പിൽ തന്നെ താങ്കളെ കഴിവുള്ളവനാക്കി, പക്വതയുള്ളവനാക്കി, പ്രാപ്തിയുള്ളവനാക്കി കർത്താവ് താങ്കളെ ഉയർത്തും. താങ്കൾ നിന്ദിക്കപ്പെടുവാൻ സമയമുണ്ടെങ്കിൽ മാനിക്കപ്പെടുവാൻ മറ്റൊരു മേഖലയുണ്ട്. ജീവിതയാത്രയുടെ മുൻപിൽ ഒട്ടനവധി തടസ്സങ്ങളുണ്ടായേക്കാം. എന്നാൽ മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സകലത് സാധ്യമാകുന്നു. താങ്കളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യ കോലാഹലമായേക്കാം. എന്നാൽ താങ്കളുടെ തകർന്ന ജീവിതത്തെ നന്നാക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. താങ്കളെ അപമാനിച്ച് തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. മാനുഷിക സഹായത്തിന് ആരുമില്ല എങ്കിലും സഹായിക്കുന്നൊരു ദൈവം എനിക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യമെന്ന് വിളിച്ചു പറയണം. ദൈവം താങ്കളെ ഉയർത്തുവാൻ തുടങ്ങിയാൽ മനുഷ്യർക്ക് താങ്കളെ തകർക്കുവാൻ കഴിയുകയില്ല. ഇരുളടഞ്ഞ താങ്കളുടെ ജീവിതം പ്രകാശപൂരിതമാക്കുവാൻ കർത്താവിന് കഴിയും. പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുമെന്ന് തോന്നിയുമെങ്കിലും തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. താങ്കളെ തകർച്ചയിൽ നിന്ന് കരം പിടിച്ചുയർത്തുവാൻ
ഉന്നതമായ മേഖലകളിലേക്ക് സാക്ഷിയാക്കി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിന് പരസ്യമായി മറുപടി നൽകുന്ന, പരസ്യമായി മാനിക്കുന്ന കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.